Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ കോമൺ ഇംഗ്ലീഷ് ഗ്രാമർ പേപ്പറിനകത്ത് നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഓക്സിലിയറീസ് ആൻഡ് മോഡൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓക്സിലിയറീസ്, ഇംഗ്ലീഷിലെ ഓക്സിലിയറീസ് എത്ര എണ്ണം ഉണ്ട്, മോഡൽസ് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്സിലിയറീസ് ഇംഗ്ലീഷിനകത്ത് 23 ഓക്സിലിയറീസ് ആർ 23 ഇൻ നമ്പർ. 23 ഓക്സിലിയറീസ് ആണ് ഉള്ളത്. പിന്നെ മോഡൽസ് ആണെങ്കിൽ 13 മോഡൽസ് ആർ 13 ഇൻ നമ്പർ. 13 മോഡൽസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനകത്ത് ഓക്സിലിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഓക്സിലിയറി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹെൽപ്പിംഗ് എന്നാണ്. അപ്പോൾ ഓക്സിലിയറീസ് എന്നുള്ള ഈ ഒരു വേർഡിന് മറ്റൊരു വേർഡും കൂടിയുണ്ട്, അതായത് ഹെൽപ്പിംഗ് വേർബ്. ഓക്സിലിയറീസ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. ഇതിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഹെൽപ്പിംഗ് വേർബ്സ് എന്നും കൂടി പറയാം. അതായത് പ്രധാനപ്പെട്ട വേർബുകളെ സഹായിക്കുന്ന ഹെൽപ്പിംഗ് വേർബ്സ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഓക്സിലിയറി വേർബ്സ് ഏതൊക്കെയെന്ന് നോക്കിക്കോളൂ. ആം, ഈസ്, ആർ, വാസ്, വേർ, ബീയിങ്, ബീൻ, ബി, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ക്യാൻ, കുഡ്. ഇത്രയുമാണ് ഓക്സിലിയറീസ്. ഇനി മോഡൽസ് ഏതൊക്കെയെന്ന് നോക്കാം. ഈ ഓക്സിലിയറീസിനകത്ത് തന്നെ വരുന്ന കുറച്ച് വാക്കുകൾ ഇത്രയും മോഡൽസിന്റെ ഉള്ളിൽ വരുന്ന വേർഡുകളാണ്. അപ്പോൾ മോഡൽ എന്ന് പറയുന്ന വേർഡിന്റെ ഈ ഒരു ടേമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് മൊഡാലിറ്റി എന്നാണ്. മൊഡാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോഴുള്ള ഒരു രീതി, അല്ലെങ്കിൽ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു രീതിയാണ് മൊഡാലിറ്റി എന്ന് പറയുന്നത്. മൊഡാലിറ്റി, മോഡൽസ് സ്റ്റാൻഡ്സ് ഫോർ മൊഡാലിറ്റി, അല്ലെങ്കിൽ പറയുന്ന രീതി. അപ്പോൾ മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാൻ, ക്യാനിന്റെ തന്നെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. പിന്നെ മേന്റെ തന്നെ പാസ്റ്റ് ടെൻസ് മൈറ്റ്. വിൽ, വില്ലിന്റെ തന്നെ പാസ്റ്റ് ടെൻസ് വുഡ്. ഷാൽ, ഷാലിന്റെ തന്നെ പാസ്റ്റ് ടെൻസ് ഷുഡ്. മസ്റ്റ്, നീഡ്, ought, dare, used to. ഈ ought എന്ന് പറയുന്ന വേർഡ് പലർക്കും ഒരു അത്ര പരിചയമില്ലാത്തൊരു വേർഡ് ആയിരിക്കും. അതിന് വേറെ മീനിങ് ഒന്നുമില്ല. അതിന്റെ അർത്ഥം മസ്റ്റ് എന്ന് തന്നെയാണ്. ought is equal to must. പക്ഷേ ഈ ought എന്ന് പറയുന്ന വേർഡ് നമ്മൾ സാധാരണ രീതിയിൽ പോസിറ്റീവ് സെന്റൻസുകളിലായിരിക്കും ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലുക്ക് അറ്റ് ദ, ഞാൻ ഇപ്പോൾ ഒരു സെന്റൻസ് പറയാം. ഹി ഹാസ് എ കാർ. ഇതിനകത്ത് അയാൾക്ക് ഒരു കാറ് ഉണ്ട്. അപ്പോൾ ഈ സെന്റൻസിൽ ഏതെങ്കിലും ആക്ഷൻ വേർഡ് ഉണ്ടോ? അതായത് ഈറ്റിംഗ്, വാക്കിംഗ്, ജമ്പിങ് എന്നൊക്കെ പറയും പോലെ എന്തെങ്കിലും ഒരു ആക്ഷൻ വേർഡ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്തുള്ള ആക്ഷൻ വേർഡ്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള വേർബ് എന്ന് പറയുന്നത് ഹാസ് ആണ്. ഇതിനകത്തുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസിൽ ഹി ഹാസ് എ കാർ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആക്ഷൻ വേർഡ് ഹാസ് ആണ്. അതിനകത്ത് മെയിൻ വേർബായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഹാസ് ആണ്. എന്നാൽ മറ്റൊരു സെന്റൻസ് ഞാൻ പറയാം. ഹി ഹാസ് ലെഫ്റ്റ് ഫോർ മദ്രാസ്. ഈ ഒരു സെന്റൻസിനകത്ത് ഹി ഹാസ് ലെഫ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് വേർബായിട്ട് വരുന്നത് ഹാസ്, ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളും വേർബായിട്ട് വരും. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട വേർബ് അല്ലെങ്കിൽ മെയിൻ വേർബ് എന്ന് പറയുന്നത് ലെഫ്റ്റ്, പോയി എന്നുള്ളതാണ്. ലീവിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ലെഫ്റ്റ് ആണ് അതിനകത്ത് മെയിൻ വേർബായിട്ട് വരുന്നത്. അപ്പോൾ ആ സെന്റൻസിൽ ഹാസ് വരുന്നത് ഓക്സിലിയറി വേർബായിട്ടാണ്. ഹി ഹാസ് ലെഫ്റ്റ് ഫോർ മദ്രാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹാസ് ഓക്സിലിയറി വേർബായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡു, ബി, ഹാവ്, ഈ 3
constructions such as tenses, questions, negative sentences and passive voice. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ ടെൻസുകൾ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് എപ്പോഴാണ് ആക്ഷൻ നടക്കുന്നത്, പാസ്റ്റിലാണോ പ്രസന്റിലാണോ ഫ്യൂച്ചറിലാണോ എന്നുള്ള ആ ഒരു കാലഘട്ടം കാണിക്കാനായിട്ട്, ടെൻസ് കാണിക്കാനായിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നു. പിന്നെ അതേപോലെ നെഗറ്റീവ് സെന്റൻസുകളെ കാണിക്കാനായിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നോട്ട് എന്നുള്ള വേർഡ്, ഇല്ല, അല്ല എന്നുള്ള ഒരു അർത്ഥം വരുന്ന സെന്റൻസുകളെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് സെന്റൻസുകളും പിന്നെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനും ഒക്കെ ഈ 3 വേർഡുകളും ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യവും കൂടി പറയാനുള്ളത്, ഈ ബി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. മലയാളത്തിൽ ആകുന്നു എന്നാണ് ബിന്റെ അർത്ഥം. അപ്പൊ ഈ ബി എന്ന് പറയുന്ന വാക്കിന് പ്രധാനമായിട്ട് 7 ഫോമുകൾ ഉണ്ട്. അപ്പൊ ഒന്ന് പറയാം നമുക്കിവിടെ. ബിയുടെ ഫോമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് ആം, ഈസ്, ആർ, വാസ്, were, being, been. ബിയുടെ ഫോംസ് ഏതൊക്കെയാണ്? ഫോംസ് ഓഫ് ബിയുടെ ഫോംസ് ആം, ഈസ്, ആർ, വാസ്, were, been, been. അപ്പൊ ഈ എല്ലാ വാക്കുകൾക്കും ഒരു അർത്ഥമാണ്, അതായത് ആകുന്നു എന്നാണ് അർത്ഥം. പക്ഷെ ഇതെല്ലാം നമ്മൾ പല പല ടെൻസുകളിൽ അതായത് ഫോർ എക്സാമ്പിൾ ഇസ് ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്, ആർ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോഴാണ്, വാസ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്, വേർ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ബീയിങ് ആയിരിക്കുന്നു എന്നുള്ള അവസ്ഥയെ പറ്റി പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ബീൻ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസ്, അതായത് കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കുമ്പോഴാണ്, അതായത് ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ബീൻ ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാത്തിനും അർത്ഥമാകുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പോകേണ്ടത് യൂസ് ഓഫ് പ്രൈമറി ഓക്സിലറീസ്
എക്സാമ്പിൾ ദേ വർ ബ്രാൻഡഡ് ഔട്ട്ലോസ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ബി എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടത്. നമ്മൾ ടെൻസുകൾ കാണിക്കാനായിട്ട് ബി ഉപയോഗിക്കുന്നു, പാസീവ് ഫോം കാണിക്കാനായിട്ട് ബി ഉപയോഗിക്കുന്നു. ഇനി അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഹാവ് ആണ്. ഹാവിനെ പറ്റി നമുക്ക് നോക്കാം. ടു ഫോം പെർഫെക്റ്റ് ടെൻസ്, അതായത് ഗ്രാമറിനകത്ത് പെർഫെക്റ്റ് PERFECT പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റഡ് ആക്ഷൻ എന്നേ ഉള്ളൂ. അതായത് നമ്മൾ സാധാരണ ഭാഷയിൽ നമ്മൾ ഷീസ് എ പെർഫെക്റ്റ് ഗേൾ എന്ന് പറയുന്നത് പോലെയല്ല ഗ്രാമറിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കംപ്ലീറ്റഡ് ആക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാവ് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റഡ് ആക്ഷൻ കാണിക്കാൻ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൽ ഹാവ് ഉപയോഗിക്കുന്നു. രണ്ടാമത് ടു ഫോം പെർഫെക്റ്റ് ടെൻസസ്. എക്സാമ്പിൾ പറയാം. യു ഹാവ് കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. ഐ ഹാവ് ഓൾറെഡി റെഡ് ദിസ് ബുക്ക്. ഈ രണ്ട് സെന്റൻസിനകത്തും ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ്, അതായത് നിയർ പാസ്റ്റിലെ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ് എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ ഹാവ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത പ്രൈമറി ഓക്സിലിയറി ആയിട്ടുള്ള ഡൂവിനെ പറ്റി നോക്കാം. ഡു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാനാണ്. അതായത് ഇല്ല എന്നുള്ള മീനിങ് വരുന്ന സെന്റൻസ് ആണ് നെഗറ്റീവ് സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, ഡു നോട്ട് പ്ലേ ടെന്നീസ്. ഹി ഡസ് നോട്ട് കെയർ ടു ഒബ്സർവ് ദ ട്രാഫിക് റൂൾസ്. ദേ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ഫംഗ്ഷൻ. അപ്പൊ ഈ ഡൂവിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും നമ്മൾ മലയാളികളെല്ലാം മിസ്റ്റേക്ക് വരുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡു എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. പിന്നെ ഐനോടൊപ്പം യുവിനോടൊപ്പം വരും. ഒന്നുകൂടി പറയാം. ഡു എപ്പോഴും വരുന്നത് പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം ഐനോടൊപ്പം യുവിനോടൊപ്പമാണ് ഡു വരുന്നത്. ഇനി ഡസ് വരുന്നത് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പമാണ് ഡസ് വരുന്നത്. എക്സാമ്പിൾ പറയാം. നമ്മൾ ചിലപ്പോൾ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഹി ഡോണ്ട് നോ, ഷീ ഡോണ്ട് നോ. ഈ സെന്റൻസ് കംപ്ലീറ്റ് തെറ്റാണ്. ഏതാണ് ശരി? ഹി ഡസിൻ നോ, ഷീ ഡസിൻ നോ എന്നാണ് പറയേണ്ടത്. അതായത് ഹീയും ഷീയും സിംഗുലർ ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിനോടൊപ്പമാണ് ഡസ് വരേണ്ടത്. ഡു വരേണ്ടത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിനോടൊപ്പവും എക്സെപ്ഷൻ ഉണ്ട്, ഐനോടൊപ്പം യുവിനോടൊപ്പം. ഡിഡ് എന്ന് പറയുന്നത് ഡൂയിന്റെയും ഡസിന്റെയും പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ്, ഡൂയിന്റെ പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്, ഡസിന്റെ പാസ്റ്റ് ടെൻസും ഡിഡ് ആണ്. ഇത്രയുമാണ് ഡൂയിനെ പറ്റി മനസ്സിലാക്കാനുള്ളത് ബേസിക് ആയിട്ട്. ഇനി ഡു ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനാണ്. അതിന്റെ എക്സാമ്പിൾ, ഡു നോട്ട് പ്ലേ ടെന്നീസ്. അടുത്ത ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡൂയിന്റെ ഫോംസ് ഉപയോഗിക്കും. അതായത് ഡു, ഡസ്, ഡിഡ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വാക്കിനെ സെന്റൻസിന്റെ ആദ്യം എടുത്തിടും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. എക്സാമ്പിൾ, ഡസ് ഹി റീഡ് എനിത്തിങ് അറ്റ് ഓൾ. അവൻ എന്തെങ്കിലും വായിക്കുന്നുണ്ടോ? ഡു യു ഓഫൺ വിസിറ്റ് ദ തിയേറ്റർ. നിങ്ങൾ തിയേറ്റർ വിസിറ്റ് ചെയ്യാറുണ്ടോ എപ്പോഴും? ഡിഡ് ദേ ജോയിൻ യു അറ്റ് ദ സ്റ്റേഷൻ. അപ്പോൾ ഇതെല്ലാം ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഡൂയിന്റെ ഫോംസ്, അതായത് ഡു, ഡസ്, ഡിഡ്, ഈ ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടു മേക്ക് സെന്റൻസസ് എംഫാറ്റിക്, അല്ലെങ്കിൽ ഊന്നി പറയുന്ന സമയത്ത് നമ്മൾ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഐ ഡിഡ് റൈറ്റ് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതി. അത് ഊന്നി പറയലാണ്. അപ്പോൾ ഐ ഡിഡ് റൈറ്റ് എ ലെറ്റർ. അടുത്തത്, ഹി ഡസ് നീഡ് മെഡിക്കൽ അറ്റൻഷൻ. അവന് തീർച്ചയായും മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. അടുത്ത എക്സാമ്പിൾ, ദേ ഡിഡ് എൻജോയ് എ ഗുഡ് റെപ്യൂട്ടേഷൻ. അപ്പോൾ ഈ മൂന്ന് സെന്റൻസിലും ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എംഫസിസ് കാണിക്കാനാണ്, അല്ലെങ്കിൽ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമുക്ക് മോഡൽ ഓക്സിലിയറീസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാൻ നോക്കാം. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു
എക്സാമ്പിൾ ഐ ക്യാൻ ലിഫ്റ്റ് ദിസ് ടേബിൾ, എനിക്ക് ഈ ടേബിൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഹി കാൺട്ട് ലിഫ്റ്റ് ദ അൽമാര, അവന് ആ അൽമാര ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എബിലിറ്റി കാണിക്കാനാണ് ക്യാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പെർമിഷൻ ചോദിക്കാൻ, അതായത് ക്യാൻ ഐ കം ഇൻസൈഡ്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ, അങ്ങനെയുള്ള പെർമിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും ക്യാൻ ഉപയോഗിക്കും. അതായത് ക്യാൻ ഉപയോഗിക്കുന്ന രണ്ട് സിറ്റുവേഷൻ, ഒന്ന് എബിലിറ്റി കാണിക്കാൻ, രണ്ടാമത്തത് പെർമിഷൻ കാണിക്കാൻ. ഇത്രയേ ഉള്ളൂ ക്യാനിനെ പറ്റി പറയാൻ. ഇനി അടുത്തത് കുഡിനെ പറ്റി പറയാം. കുഡ് എന്ന് പറയുന്നത് ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. കുഡ് കുഡ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എബിലിറ്റി കാണിക്കാൻ, എബിലിറ്റി കാണിക്കാൻ കുഡ് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ പൊളൈറ്റ് റിക്വസ്റ്റ്, അതായത് വളരെ മര്യാദയോടുകൂടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കുഡ് ഉപയോഗിക്കുന്നു. കുഡ് യു പ്ലീസ് ഗിവ് സം വാട്ടർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ആ ഒരു ഭാഗത്തും നമ്മൾ കുഡ് ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി കാണിക്കാനാണ്. അതായത് പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണിക്കാനാണ് കുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഈ മൂന്ന് കാര്യങ്ങളുടെയും എക്സാമ്പിൾ പറയാം. എബിലിറ്റി കാണിക്കാനായിട്ട് കുഡ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സെന്റൻസ് നോക്കൂ. Till the end of last year I could read without glasses. അവിടെ എബിലിറ്റി കാണിക്കുന്നു. ലാസ്റ്റ് ഇയറിന്റെ അവസാനം വരെയും എനിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റുമായിരുന്നു. രണ്ടാമത്തെ സെന്റൻസ് പൊളൈറ്റ് റിക്വസ്റ്റ്, could you pass on the book to him, അവന് ആ ബുക്ക് ഒന്ന് കൊടുക്കാമോ, അവിടെ പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് കാണിക്കുന്നത്. അടുത്തത് പോസിബിലിറ്റി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് നോക്കൂ. I could pass the you could pass the exam if you work hard. നിങ്ങൾ വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ് ചെയ്യാൻ സാധിക്കും. അതോടെ ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് മേ എന്നുള്ള മോഡൽ ഓക്സിലറിയെ പറ്റി നോക്കാം, മോഡൽ വെർബിനെ പറ്റി നോക്കാം. മേ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി കാണിക്കാനാണ്. ഇവിടെയും
എക്സാമ്പിൾ ഐ വിൽ ടോക്ക് ടു ഹിം. എൻ്റെ തീരുമാനം ഞാൻ അയാളോട് സംസാരിക്കും. ഒരു തീരുമാനമാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ വിൽ ഉപയോഗിക്കുന്നു. അടുത്തത് ടു എക്സ്പ്രസ് എ ത്രെറ്റ്, അതായത് ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുമ്പോൾ വിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഐ വിൽ കിക്ക് ഹിം, ഞാൻ അവനെ ചവിട്ടും. അവിടെ ഒരു ഭീഷണിയാണ്, അവിടെ വിൽ ഉപയോഗിക്കുന്നു. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വില്ലിങ്നെസ്, അതായത് ഒരു കാര്യം ചെയ്യാൻ റെഡിയാണ് എന്ന് പറയാനായിട്ട് വിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഐ വിൽ ബൈ യു എ മോട്ടോർ സൈക്കിൾ ഇഫ് യു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ഞാൻ നിനക്ക് മോട്ടോർ സൈക്കിൾ മേടിച്ച് തരാം. അവിടെ വില്ലിങ്നെസ്, ചെയ്യാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നത്. പിന്നെ അടുത്തത് ഇന്റൻഷൻ, അതായത് ഒരു ഉദ്ദേശം, ഒരു ഇന്റൻഷൻ കാണിക്കാനായിട്ട് വിൽ ഉപയോഗിക്കുന്നു. അതിനുള്ള എക്സാമ്പിൾ ഐ വിൽ കോൾ ഓൺ യു ആസ് സൂൺ ആസ് ഐ ഗെറ്റ് വെൽ. എൻ്റെ ഇന്റൻഷൻ, അതായത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ സുഖമായി കഴിയുമ്പോൾ ഐ വിൽ കോൾ ഓൺ യു. കോൾ ഓൺ യു എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യും, ഞാൻ നിന്നെ വന്ന് കാണും. അപ്പോൾ അവിടെയും നമ്മൾ വിൽ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് വുഡ് ആണ്. വുഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച സെന്റൻസിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ വുഡ് ഉപയോഗിക്കുന്ന ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ്ലി ഇൻ ഓൾ പേഴ്സൺസ് ടു എക്സ്പ്രസ് ഡിറ്റർമിനേഷൻ. നമ്മൾ വില്ലിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ കാണിക്കാൻ വുഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ he would go though his father warned him not to. അവൻ പോകും, അവൻ തീർച്ചയായിട്ടും പോകും. അവന്റെ അച്ഛൻ അവനോട് പോകരുതെന്ന് വാൺ ചെയ്തു എങ്കിലും അവൻ പോകും. അവിടെ ഡിറ്റർമിനേഷൻ കാണിക്കാനാണ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹാബിച്വൽ ആക്ടിവിറ്റി ഇൻ ദ പാസ്റ്റ്, അതായത് പാസ്റ്റിലെ ഒരു ഹാബിച്വൽ ആക്ടിവിറ്റി കാണിക്കാനായിട്ട് വുഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ he would go to the club every evening. അവൻ എല്ലാ വൈകുന്നേരങ്ങളിലും ക്ലബിൽ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ വേർഡ്സ്വർത്ത് would visit the Lake Districts periodically. വേർഡ്സ്വർത്ത് ലേക്ക് ഡിസ്ട്രിക്റ്റ് പീരിയോഡിക്കലായിട്ട് വിസിറ്റ് ചെയ്യുമായിരുന്നു. അടുത്ത ഒരു സിറ്റുവേഷൻ വുഡ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് എ സജഷൻ ഓർ പൊളൈറ്റ് റിക്വസ്റ്റ്, ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മര്യാദയോടുകൂടിയുള്ള ഒരു അഭ്യർത്ഥന, ഒരു റിക്വസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വുഡ് ഉപയോഗിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വുഡ് യു കെയർ ഫോർ എ കപ്പ് ഓഫ് കോഫി? ഒരു കപ്പ് കോഫി എടുത്താൽ ബുദ്ധിമുട്ടില്ലല്ലോ. മറ്റൊരു എക്സാമ്പിൾ വുഡ് യു പോസ്റ്റ് ദിസ് ലെറ്റർ? ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? ഇവിടെയൊക്കെ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നു. അടുത്തത് ടു എക്സ്പ്രസ് എ വിഷ് ഓർ പ്രിഫറൻസ്, ഒരു ആഗ്രഹം പറയാൻ അല്ലെങ്കിൽ ഒരു മുൻഗണന പറയാൻ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കിക്കോളൂ. Satan would rather be prince of hell than be a slave in heaven. Satan ഹെവനിലെ സ്ലേവിനെ കാട്ടിലും ഹെവന്റെ അടിമയെ കാട്ടിലും, സൈറ്റൻ എന്ന് പറഞ്ഞ സാത്താനാണ്, സൈറ്റൻ ഹെവന്റെ അടിമയെ കാട്ടിലും ഹെല്ലിലെ രാജാവാണ് എന്നുള്ള ഒരു മുൻഗണന പറയാനായിട്ട് വുഡ് ഉപയോഗിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ ഐ വുഡ് റാദർ ഹാവ് സം ബട്ടർ മിൽക്ക് ദാൻ കോഫി. ഞാൻ കോഫിക്ക് പകരം ബട്ടർ മിൽക്ക് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തത് ടു ആസ് ഓക്സിലറി ടു എക്സ്പ്രസ് ദ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ്. പാസ്റ്റിലെ പാസ്റ്റിൽ ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോൾ വുഡ് ഉപയോഗിക്കുന്നു. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. He said he would do it before the end of the next day. അവൻ പറഞ്ഞു അടുത്ത ദിവസത്തിന് മുമ്പ് ഞാൻ അത് ചെയ്യുമെന്ന്. വേറൊരു എക്സാമ്പിൾ they knew that he would fail in the examination. അവർക്ക് അറിയാമായിരുന്നു അവൻ ഫ്യൂച്ചറിൽ എക്സാമിനേഷനിൽ ഫെയിൽ ചെയ്യുമെന്ന്. ഈ സിറ്റുവേഷൻസിൽ വുഡ് ഉപയോഗിക്കുന്നു. അടുത്തത് in the second and third persons in the principal clause of a sentence involving a condition not true. അതായത് ഒരു
differently. ആന്റണി റോമിലായിരുന്നെങ്കിൽ അത് അസത്യമാണ്, സംഭവിക്കാവുന്ന കാര്യമല്ല. പോംപി would speak differently. അപ്പോൾ പോംപി would speak differently എന്ന് പറയുന്ന ഭാഗമാണ് പ്രിൻസിപ്പൽ ക്ലോസ്. CLAUSE ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that doesn't have a complete sense. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which have a complete sense. ഒരു കംപ്ലീറ്റ് സെൻസ് ഉള്ള ഒരു കൂട്ടം വാക്കുകളെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഷാലിന്റെ ഉപയോഗത്തിനെ പറ്റി പഠിക്കാം. ഷാൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് to form the future tense of the first person singular and plural as an auxiliary. അതായത് ഐനോടൊപ്പവും വിനോടൊപ്പവുമാണ് സാധാരണ ഷാൽ ഉപയോഗിക്കുന്നത്. അത് ഫ്യൂച്ചർ ടെൻസിലെ സെന്റൻസുകളിൽ. എക്സാമ്പിൾ, I shall meet him next week. We shall return to the university next month. അതായത് ഫ്യൂച്ചർ ടെൻസിലെ സെന്റൻസുകളിൽ ഐനോടൊപ്പവും വിനോടൊപ്പവുമാണ് സാധാരണ ഷാൽ ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ കാണിക്കാൻ, ഒരു തീരുമാനം കാണിക്കാൻ. എക്സാമ്പിൾ, he shall not spoil it. അവനത് സ്പോയിൽ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. പിന്നെ അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ത്രെറ്റ്, ഭീഷണി കാണിക്കാൻ. എക്സാമ്പിൾ, you shall be used in a court of law for this. നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്, ഒരു ഭീഷണി. അടുത്ത ഒരു സിറ്റുവേഷൻ to express promise of the speaker. പ്രോമിസ് എന്ന് പറയുമ്പോൾ ഒരു വാഗ്ദാനത്തിനെ പറ്റി പറയുമ്പോൾ ഷാൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, if he behaves better he shall have a new bicycle. മറ്റൊരു എക്സാമ്പിൾ, you shall have a new suit if you do it. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ തരും എന്നുള്ള ഒരു വാഗ്ദാനത്തിന് ഉപയോഗിക്കുന്നു. അടുത്തത് to express a command, ഒരു ആജ്ഞ പറയുമ്പോൾ ഷാൽ ഉപയോഗിക്കുന്നു. എങ്ങനെ നോക്കാം, he shall attend the class regularly from tomorrow. അവൻ നാളെ മുതൽ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു ആജ്ഞ. അടുത്തത് they shall pay for this. ഇതിന് അവര് അനുഭവിക്കും എന്നുള്ള ഒരു കമാൻഡ് പറയുമ്പോൾ നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഷുഡ് ആണ്. ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്. ഇനി ഷുഡ് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഷുഡ് ഈസ് എ പാസ്റ്റ് ടെൻസ് ഓഫ് ഷാൽ. It is used as an auxiliary to form the future in the past. പാസ്റ്റിലെ ഫ്യൂച്ചർ കാണിക്കാനായിട്ട് ഷുഡ് ഉപയോഗിക്കുന്നു. എങ്ങനെ നോക്കാം, he said he should join duty the next day. അടുത്ത ഒരു എക്സാമ്പിൾ, I told her that I should return. ഇവിടെയൊക്കെ പാസ്റ്റിലെ ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. അടുത്തത് ഡ്യൂട്ടി കാണിക്കാനായിട്ട് to express duty. എങ്ങനെ നോക്കാം, you should follow the rules. നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്യണം, അതൊരു ഡ്യൂട്ടിയാണ്. അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ to form the subjunctive mood in all persons. സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ, ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന സെന്റൻസുകളാണ് സബ്ജക്റ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, if it should rain the match will be abandoned. അടുത്തത് if I should die think only this of me. ഇങ്ങനെയുള്ള സെന്റൻസുകൾ. ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് in the first person in the principal clause of a sentence which involves a condition which is not true. ഷാലിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എക്സാമ്പിൾ, if I were indisposed I should go to a doctor. ഞാൻ രോഗിയായാൽ ഞാൻ ഡോക്ടറിനെ കാണേണ്ടി വരും. അടുത്തത് if I were you I should take rest. നീ ആയിരുന്നെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി കാണിക്കാനായിട്ടാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. അതായത് സാധ്യത കാണിക്കാൻ ഷുഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, should I be fortunate enough to be appointed I shall discharge my duties to the entire satisfaction of my superiors. അതായത് ഞാൻ തിരഞ്ഞെടുക്കപ്പെടാൻ ഭാഗ്യമുണ്ടായാൽ ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരുടെ സംതൃപ്തി അനുസരിച്ച് എൻ്റെ ഡ്യൂട്ടി ചെയ്യും.
should I see him, I shall discuss it with him. ഞാൻ അയാളെ കാണുകയാണെങ്കിൽ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യും. അടുത്തത് പെർമിഷൻ കാണിക്കാനും should ഉപയോഗിക്കുന്നു. എങ്ങനെ നോക്കാം? I should like to say I am innocent. അതായത് പെർമിഷൻ തന്നാൽ ഞാൻ